കാണിച്ചത് അവള്. ഈ കരഞ്ഞ കരച്ചിലാണ് അവള് ഞങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് കാണിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ പെട്ടുപോയത്. അല്ല ഞങ്ങൾ മനഃപൂർവ്വം പോയതല്ല. ഈ കരഞ്ഞ കരച്ചിലാണ് അവള് ഞങ്ങളുടെ മുമ്പിൽ കുത്തിയിരുന്ന് കരഞ്ഞത്. അപ്പൊ ഈ പരമനാരികളെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ഈ ചെറ്റകളെ, ഈ പറയുന്ന ബിനുവും ഈ ചിത്രത്തിൽ കാണുന്ന സുമിതയും ഇപ്പൊ ഒളിവിലാണ്. നമ്മുടെ പ്രേക്ഷകർ ചെയ്യേണ്ട മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഇവരെ കണ്ടെത്തണം. എന്റെ കൊച്ചിനെ എടുത്ത് കിണറ്റിട്ട് ഞാൻ കിണറ്റിൽ ചാടും, അങ്ങനെ ഈ കിണറ്റിൽ ചാടും, ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഫീഡിനെ വിളിച്ച് ഈ ആ ഗജ ഫ്രോഡ് താണ്ട് ഈ കാണുന്നവളല്ലേ? അവളാണ് ഈ നിങ്ങളെ ഇത്രയും പറ്റിച്ച ആ ഗജ ഫ്രോഡ് അവളല്ലേ? നൂറുകണക്കിന് ആൾക്കാരെ ഒരു വക്കീൽ ഇവള് പഠിച്ച് ഇവളെ വക്കീലായിട്ട് പോയിരുന്നെങ്കിലേ ഇവള് മോങ്ങാനും ഇവളെ അഭിനയിക്കാനും അവളെ അടി കിട്ടുന്നത് പറയാനും ഒക്കെ ഇവള് ആരാണെന്നറിയാമോ? അറിയാമോ? ഒരു മുണ്ട് കൊടുത്തോണ്ട് നടന്നവൻ ഇപ്പൊ പാൻറ് വിട്ട് അവൻ വലിയ പിന്നെ ബ്രീസ കാറിലും ഒക്കെ നടക്കുന്നവന്റെ എവിടെ കാശ്? അവന്റെ കയ്യിൽ എവിടെന്നാണ് കാശ്? ഈ അവളിപ്പോ അങ്ങോട്ട് കാറിനകത്തേ പോകത്തുള്ളൂ. ഒരു 6 പോന്ന മാലയൊക്കെ ഇട്ട് അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിരിക്കുന്നത്. അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ചോദിച്ചു നോക്കാം അവ എന്ന് മുതലാ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഓട്ടോ സ്റ്റാൻഡിലാ? പിന്നെ കൊളത്തുപുഴ ഓട്ടോ സ്റ്റാൻഡിൽ. കൊളത്തുപുഴ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചോണ്ടിരുന്നവൻ ഇപ്പം പാവത്തുങ്ങളെ അവന്റെ പെണ്ണുമ്പിള്ളയുടെ കഴുത്തിൽ 5 പവന്റെ കൊച്ചിന് സ്വർണ്ണം. ഇതൊക്കെ എവിടുന്നാ? ഒരു ഓട്ടോറിക്ഷ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട്. പണയങ്ങൾ വെച്ചിട്ട് പോലെ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇവർക്ക് തന്നെയാണ് പലിശക്ക് കൊടുത്തത്. ഈ അമ്മയുടെ പൈസ മേടിച്ചോണ്ട് പോയിട്ട് ആ അമ്മയ്ക്ക് ബിനു പലിശക്ക് കൊടുത്തു. ആ പലിശ കൊടുത്തില്ലെന്നും പറഞ്ഞ് ആ അമ്മയുടെ വിളിച്ചത് അങ്ങോട്ട് ചെന്ന് പിന്നെ ചീത്ത വിളിച്ചു. ബിനു പോയി ചീത്ത വിളിച്ചു. അവർക്കാണ് പലിശ കൊടുക്കുന്നത് ചെയ്തത്, ഞങ്ങൾക്കതില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ അവർക്ക് പിന്നെ പലിശ കൊടുക്കണം ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. ഈ പറയുന്ന ബാങ്കിൽ അപേക്ഷയും വെച്ചില്ല, പകരം അവരത് പലിശക്ക് കൊടുക്കുവല്ലേ? ഞങ്ങൾ അറിഞ്ഞില്ല. അവര് പലിശ കൊടുത്ത് അവള് പൈസ ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ലോണാന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് എല്ലാവരും ബാധ്യതകളുള്ളവരാ. ഞങ്ങൾ ഈ ലോണിന്റെ കാര്യം 100% ഉറപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാ തെളിവുകളും ഞങ്ങൾ ഫോണിൽ കിടപ്പുണ്ട്. എന്നിട്ട് ഞങ്ങളെ ഭീഷണി കൊടുത്തു വെച്ചാൽ ഞങ്ങൾ അടവയ്ക്കാൻ കൊടുത്തു. പുറത്ത് പറഞ്ഞ ഞങ്ങൾ അടവയ്പ്പിന് കൊടുത്തു, അല്ലെങ്കിൽ 15-20% ആ പലിശ ഞങ്ങൾ കോടികൾ കോടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പലിശ ഞങ്ങൾ ഇവിടെ നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. വക്കീലാണ് ഇപ്പൊ അവര് കേസ് നോക്കുന്നതെന്ന്. അതുകൊണ്ട് ഞങ്ങളെ അവർക്കുള്ള പിന്നെ SP യും DYSP ഒക്കെ അവരുടെ കൂട്ടുകാരാണ്, അവരുടെ ബന്ധുക്കളാണ്. അവർക്ക് കോടികൾ കൊടുക്കാനുണ്ട്. SP DYSP പിന്നെ അങ്ങനെ ഉള്ള ആൾക്കാരാണ്, അവരുടെ ഹൈ ലെവൽ ആൾക്കാരാണ് അവർ പിടിയുള്ളവർ. 10ാം ക്ലാസ് ജനിക്കാത്ത ബിനു സൈബർ സെല്ലില് കൂടി ഉദ്യോഗസ്ഥരാണ്. ഇനി ആളുകളൊക്കെ ബിനുവിനെ കണ്ട മൂത്രത്തിൽ മുനിക്കരെ കൂടെ മുണ്ടെന്ന് പറയുന്നത്. നമസ്കാരം ചേച്ചി. അപ്പൊ സമരം നമ്മള് ആ കാണുന്ന വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇനി റോഡിലേക്ക് മാറ്റിയിരിക്കുക അല്ലേ? അതെ. അപ്പൊ ഇവര് ഒരു കാരണവശാലും ഈ കാണുന്ന ഈ തട്ടിപ്പ് കേസിലെ പ്രതികൾ രംഗത്ത് വരുന്നില്ലല്ലേ? ഇല്ല. അപ്പൊ നമ്മളെ പൈസ കിട്ടാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. മരിച്ചാലും നമ്മള് ഇവിടെ പോകത്തില്ല. ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ കയറണമെങ്കിൽ പൈസ തന്നെ വേണം. പ്രധാനമന്ത്രിയുടെ ലോണിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ട് അതിനെ അന്വേഷിക്കാൻ പോലും ആരും ഇല്ലെന്ന് പറഞ്ഞാൽ അത് പ്രധാനമന്ത്രിക്ക് വരെ നാണക്കേടല്ലേ? ഇത് എത്ര ദിവസമായി ഈ ഒരു തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോ സമരം ചെയ്യുന്നേ? ഞങ്ങൾ ഇതിപ്പോ 6ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസമാണ്. നമ്മുടെ ഈ സ്ഥലപ്പേരെന്തുവാ? കൊളത്തൂപ്പുഴയിലെ 11ാം മൈലിലല്ലേ നിങ്ങൾ ഈ സമരം ചെയ്യുന്നേ? അതെ. കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ കാണുന്ന വീടിന് മുന്നിൽ ഇത് ഒരു റോഡ് വക്കാണ്. ഈ റോഡിന്റെ ഈ വലിയ ഒരു റോഡ് തന്നെയാണ്. ഈ റോഡ് സൈഡിൽ ഈ കുറച്ച് വീട്ടമ്മമാരിന്ന് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 6 ദിവസമായി. അധികാരികൾ ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. പ്രധാനമന്ത്രിയുടെ ലോണിൻ്റെ പേരിൽ, അതായത് വനിതകൾക്ക് ലോണൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യാനുള്ള ഒരു ലോൺ എല്ലാ ബാങ്ക് വഴിയും കൊടുക്കുന്നുണ്ട്. PMGയുടെ ആ ഒരു ലോണിൻ്റെ പേരിൽ സെക്യൂരിറ്റി ഫണ്ട് കൊടുക്കണം എന്ന പേരിൽ ഏകദേശം എത്ര പേരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? ഏകദേശം 100 കണക്കിന് ആൾക്കാരെ നിന്നാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. വർഷങ്ങൾ കൊണ്ടേ നടത്തുന്ന തട്ടിപ്പാണ്. ഇപ്പോഴും അവരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് പോയിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങൾ കോടതി പോയി വാങ്ങിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്നാണ് പറയുന്നത്. അപ്പൊ കോടതിക്ക് ഒരു വിലയുമില്ലേ? കോടതിയിലെ നിയമങ്ങൾക്ക് വിലയില്ലേ? ഞങ്ങളെ പോലെ പാവങ്ങളുടെ അല്ലേ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്? കോടതിയല്ലേ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്? പോലീസ് സ്റ്റേഷന് ഒരു വിലയുമില്ലേ?
അവര് പറഞ്ഞത് ഞങ്ങൾ ഇത് തന്നെയാണ് തുടരുന്നത്. അപ്പൊ ഇവര് വർഷങ്ങൾ കൊണ്ട് ഇത് ചെയ്യുന്നു. അവർക്ക് നിയമത്തിന്റെ മുമ്പിൽ ഒന്നും ഇല്ലാതല്ലേ അവര് വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളെ പൈസ മേടിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഈ മറ്റ് പൈസ നഷ്ടപ്പെട്ടവരൊക്കെ ഈ സമരം നിങ്ങൾ ഇവിടെ നടത്തുന്ന അറിഞ്ഞ് വന്നിട്ടുണ്ടോ? പലരും വരുന്നുണ്ട്. അവർക്ക് ആർക്കും ചിലർക്ക് മുമ്പിലോട്ട് വരാൻ പറ്റത്തില്ല. അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങള് ഇപ്പൊ ഇവര് തന്നെ ഞങ്ങളെ തന്നെ പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന സ്കൂൾ, എന്റെ മോൻ പോകുന്ന സ്കൂളിനെ കുറിച്ച് വരെ പറഞ്ഞു എന്റെ മോൻ സ്കൂളിൽ ചെന്ന് അപമാനിക്കുന്നുണ്ടെന്ന്. അപ്പൊ എന്റെ കുഞ്ഞ് നാളെ സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇപ്പൊ ആമ്പിള്ളാരെന്ന് പറഞ്ഞാൽ അവർക്കത് വിലയില്ലേ? പിന്നെ മൂത്ത കുഞ്ഞ് പഠിക്കുന്നിടത്ത് ഫീസ് അടക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ നിവർത്തിയില്ല. നിങ്ങളുടെ ചേച്ചിയുടെ എത്ര രൂപ പോയിട്ടുണ്ട്? എന്റെ എല്ലാവരും എന്റെ കൂട്ടുകാരെ എന്റെ അമ്മയുടെ സഹിതം 30 ലക്ഷം രൂപയാണ് വാങ്ങിച്ചോണ്ട് പോയത്. 30 ലക്ഷം രൂപയാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഈ പൈസ വാങ്ങിയത്? അവർക്കെല്ലാം ലോൺ കൊടുക്കാം എന്ന അവസ്ഥയിലാണ്. അവരുടെ എല്ലാം വോയിസുകൾ കിടപ്പുണ്ട് ഫോണുകളിൽ. പണം കൊടുത്തതിന്റെ എല്ലാം ട്രാൻസ്ഫർ ചെയ്തതിന്റെ എല്ലാം രേഖകളുണ്ടോ? കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. അവർക്ക് ബാങ്കിൽ പിന്നെ ഇൻകം ടാക്സിന്റെ വിഷയം വരുന്നതുകൊണ്ട് കൈവശം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കൈവശം 6-7 ലക്ഷം രൂപ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. അത് ശരി. ഇത് ആരാ ഈ പണം? ഇത് ആദ്യമായിട്ട് ഈ പ്രധാനമന്ത്രിയുടെ ലോൺ ഉണ്ട്, ഇങ്ങനെ ലോൺ കിട്ടും, അപ്പൊ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് ആരാ ആദ്യം പുറത്തു വന്നേ? രമ്യയാണ് വരുന്നത്. രമ്യ എന്ന് പറയുന്ന പെണ്ണ അതാണ്ട് ഈ നിങ്ങളുടെ പുറകിൽ ഈ കാണുന്ന രമ്യ. ഈ അവളുടെ ഭർത്താവാണ് ബിനു. അവനാണ് ഓട്ടോയിൽ കൊണ്ടുവന്ന് അവളാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം വന്ന് പൈസ വാങ്ങിച്ച് സുമിതയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടോറിക്ഷയിൽ വന്ന് 30 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഈ സുമിത എന്ന കഥാപാത്രം വരാം. സുമിത എന്ന കാലത്ത് 5 ലെമൺ ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്ന സുമിതയാണിത്. ഈ ഫോട്ടോയിൽ കാണുന്ന സുമിത. അപ്പൊ ഈ സുമിത ഇത് മുങ്ങിയിരിക്കുകയല്ലേ? സുമിത മുങ്ങിയിരിക്കുകയാണ്. എത്ര ദിവസമായിട്ട് ഒരു മുങ്ങി? എത്ര നാളായി? 16-ാം തീയതി സുമിത ഒളിവിലാണ്. രമ്യ 2 കേസിൽ ജാമ്യം എടുത്തു. നവംബർ 16 തൊട്ട് ഈ കാണുന്ന സുമിത, ഈ പെരുങ്കള്ളിയെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇവളുടെ കുറച്ച് ഫോട്ടോസ് കൂടെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാം, നമ്മുടെ ഈ വീഡിയോയിൽ കൊടുക്കാം. അപ്പം ഇവര് ഈ ഒരു ഈ തട്ടിപ്പ് കേസുമായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഇവര് നിങ്ങളെ തട്ടിക്കുന്നതിന് മുമ്പ് പല കേസിലും പ്രതിയായിട്ടുണ്ടല്ലേ? അതെ, ഇവരെ 2.5 വർഷം കൊണ്ട് ഈ അമ്മമാരെ പറ്റിക്കുമായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളെല്ലാം ഇപ്പോഴാണ് ഒന്നിച്ചായത്. അതാ 7 വർഷം മുമ്പേ പറ്റിക്കുന്നതാണ്. ഈ പിന്നെ സുമിതയുടെ അമ്മ മല്ലിക എന്ന സ്ത്രീ 7 വർഷം മുമ്പേ ഇവരെ പറ്റിച്ചു. ഈ സുമിതയുടെ അമ്മ മല്ലിക അവരും കള്ളിയല്ലേ? ആണ്. അവര് കാണിച്ചാണ്ടല്ലേ അവരെ മോള് പഠിച്ച. അന്ന് അവർക്ക് നിയമം അവർക്കെതിരെ നിന്നിരുന്നെങ്കിൽ എന്തായാലും ഇപ്പൊ അവരെ മോളത് ചെയ്യത്തില്ലായിരുന്നു. നാളെ ഇനി ഇവരുടെ തലമുറ എന്താണ് ചെയ്യാൻ പോകുന്നത്? പൈസ വാങ്ങിച്ചിട്ട് പിന്നെ ആ പൈസ വാങ്ങിച്ചവരെ പറ്റി അപവാദം പറയേക്കാം, വേറെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുക, അവര് പലിശയ്ക്ക് വാങ്ങിച്ചാന്ന് പറയേക്കാം, അനാവശ്യങ്ങളാണ് പറയുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ ലോൺ കൊടുക്കുന്നതിന് സാധാരണ നമ്മളൊരു ബാങ്കിൽ ചെന്ന് അപേക്ഷിച്ചാൽ അവര് ലോൺ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ തരുമോ, അല്ലാതെ അങ്ങോട്ട് പൈസ മേടിക്കുന്ന പരിപാടിയില്ല. പക്ഷെ ഇതിനകത്ത് എന്താ സംഭവിച്ചത്? ഇതിനകത്ത് മാർജിൻ മണി അടക്കണം എന്നാണ് ഞങ്ങളുടെ പറഞ്ഞത്. ഞങ്ങൾക്കൊരു ലിങ്ക് ഒക്കെ ഇട്ട് തന്ന് ഞങ്ങൾക്ക് അതിനെ കുറെ പേപ്പേഴ്സ് എല്ലാം ഇട്ട് തന്നിട്ട് പറഞ്ഞത് അതിനകത്ത് മാർജിൻ മണി അടക്കണം. 30% മാർജിൻ മണി അടച്ചെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ആ ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേറെയുള്ള ബാധ്യതകളൊന്നും കാണുക. അപ്പൊ ഞങ്ങളൊക്കെ ചെറിയ മൈക്രോ ഫിനാൻസ് കാര്യങ്ങൾ എടുത്തിട്ട് അപ്പൊ ഞങ്ങൾക്ക് ആർക്കും അത് എടുക്കാൻ പറ്റില്ല. എനിക്ക് ലോൺ എല്ലാം അനുവദിച്ച് കിടക്കുകയാണ്. എനിക്ക് ഞങ്ങളെ കൊണ്ടുവരെ ഈ രമ്യ ഗോൾഡ് പണയം വെച്ചിട്ട് അതാണ് ഞങ്ങളുടെ അക്കൗണ്ടിൽ അവള് പൈസ ഇട്ടിട്ട് വന്നേക്കുന്നത്. അങ്ങനെ 2 ലക്ഷം അവളുടെ സ്വർണ്ണങ്ങൾ എടുക്കാനുള്ള പൈസയാണ് ഞങ്ങൾ ഇടുന്നത്. അവളുടെ തന്നെ ഒരു 19 പവന്റെ സ്വർണ്ണം ഇരിപ്പുണ്ട് ഞങ്ങളെ പറ്റിച്ചത്. കഴിഞ്ഞ ഈ കേസ് കൊടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണ് രമ്യ ഗോൾഡ് പോയി എടുത്തത്. 2 ബാങ്കുകളിൽ പോയി ഗോൾഡ് എടുത്തതിന് അവര് പറഞ്ഞു SP 5 പിന്നെ കൊളത്തപ്പുഴ SP പോയി ബിനുവും പോയി ഗോൾഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കൊടിയാട്ട് ബാങ്ക് അവിടെ പോയി രമ്യ ഗോൾഡ് എടുത്തിട്ടുണ്ട്. പണയം വെച്ച ഗോൾഡുകളല്ല, അവര് പണയം വെച്ച ഗോൾഡുകൾ നമ്മളെ കൊണ്ട് വെപ്പിച്ചത് അവര് വെച്ചത് വന്നെടുത്തോണ്ട് പോയി. അപ്പൊ ഞങ്ങളുടെ സ്വർണ്ണങ്ങളെല്ലാം അവിടെ ഇരിക്കുകയാണ്. അതെല്ലാം ജപ്തിയുടെ വക്കിലിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടിയേ പറ്റും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുടെ പണം ഇല്ലാതെ ഞങ്ങളൊന്നും ഇറങ്ങത്തില്ല. ഈ മാർജിൻ മണി എന്ന പേരില് എത്ര രൂപയാണ് പോയേക്കുന്നത്? 23 ലക്ഷം വേണമെന്ന് പറഞ്ഞത്. 50 ലക്ഷം രൂപയ്ക്ക് 23 ലക്ഷം ഓരോന്നാണ് പറയുന്നത്. നിങ്ങൾ പരസ്പരം നേരത്തെ അറിയുന്ന ആൾക്കാരായിരുന്നു? ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളെ തമ്മിൽ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ല. ഇപ്പൊ എന്നെ പറ്റിച്ച് പക്ഷെ വേറെ ഇവൾ അറിയുന്നില്ല കാര്യം. ഇവളടുത്ത് ചെന്ന് ഇതേ കാര്യം പറഞ്ഞു തന്നെയാണ് പൈസ വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവരെ പറ്റിച്ച് ഇവരെ 2.5 വർഷമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. 2.5 വർഷമായിട്ടാണ് ഈ ലോണിന്റെ പേര് പറ്റിച്ചോണ്ടിരിക്കുന്നത്. 2 അനിയത്തിമാരെ ഇവരെ 3 പേരെ ഒരു കുടുംബത്തിലാണ്. ഒരു കുടുംബത്തിലെ 3 പേരെ പറ്റിയില്ലേ? ഈ അമ്മയുടെ അനിയത്തി വിധവയാണ്. ഇവരെ 2 പേരെയും പറ്റിച്ച്. അവർക്കുള്ള ഏറ്റവും വലിയ അനിയത്തി അവർക്കൊക്കെ വധഭീഷണിയാണ്. കൊല്ലുമെന്നാ പറഞ്ഞേക്കുന്നത്. അത് നമ്മളിവിടെ സമരം ചെയ്യുന്നതിനാണോ ഈ കൊല്ലു എന്ന് പറഞ്ഞേക്കുന്നേ?
അവര് കേസിനെ പറ്റി ധനിക എന്ന് പറയുന്ന അവര് കേസിനെ പറ്റി അന്വേഷിച്ചു. ആ അമ്മയ്ക്ക് 10-75 വയസ്സില്ലയോ? ആ ഇത്രയും പ്രായമുള്ള അമ്മ, നമുക്ക് 60 അമ്മയ്ക്ക്. ഇത്രയും പ്രായമുള്ള അമ്മ ഈ റോഡ് സൈഡിൽ വന്നതിനൊക്കെ പോലീസോ മറ്റോ അധികാരികളോ ഒന്നും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടില്ലയോ? ആരും ഇടപെടുന്നില്ല. ഒരു മനുഷ്യനും നിങ്ങൾക്ക് നീതിക്ക് വേണ്ടി അതാ പറഞ്ഞ നിയമം. ഇപ്പൊ നമ്മൾ കോടതി പോയാലും നമുക്ക് പൈസ കിട്ടത്തില്ല ഇവര് തന്നെ പറയാം. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർ വളർന്നു വരാതിരിക്കുന്നത്? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ തന്നെ വളർന്നു വരുന്നത്. അവരുടെ സ്വത്തുക്കൾ മൊത്തം അവരിപ്പോ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവര് നിങ്ങളെ പറ്റിച്ച് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ മുതലുണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന വീട് 2 നിലയ്ക്ക് ഭയങ്കര ഒരു വീട് പണിഞ്ഞിട്ടുണ്ട്. ഒരു 10,2500 സ്ക്വയർ ഫീറ്റിന് ഒരു സ്വിമ്മിംഗ് പൂള്, പിന്നെ സോളാർ സഹിതമാണ് അവര് മേടിച്ച് വെച്ചേക്കുന്നത്. നാട്ടുകാരുടെ കാശില്ല, അവരുടെ കാശല്ലല്ലോ. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് ഞങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യും. അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കിട്ടിയേ പറ്റത്തുള്ളൂ. അവര് പറയുന്ന അവരുടെ മക്കൾക്ക് അത് പറ്റി, അവരുടെ മക്കൾക്ക് ഇത്. അതുപോലെ മക്കളുള്ള അമ്മമാരാണ് ഞങ്ങളും. ഞങ്ങൾ 6 ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കണം. എത്ര ദിവസത്തിനകം ലോൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്? 10 ദിവസം. വെറും 10 ദിവസത്തിനകം ലോൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടാ ഓരോരുത്തരെയും 5-6 ലക്ഷം വെച്ച് മേടിക്കുന്നത്. ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കത്തില്ലല്ലോ. 10 ദിവസം അവർക്ക് ലോൺ കൊടുക്കാന്നാണ് പറഞ്ഞത്. അവർക്ക് ലോൺ കൊടുക്കാന്ന് വോയിസുകൾ ഇപ്പോഴും ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കോടതി കൊടുക്കും. നിങ്ങളെ കോടതി കൊടുത്ത് ഏത് കാലത്ത് കിട്ടും? നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. അവർക്ക് വലിയ വക്കീലന്മാരുണ്ട്. ഞങ്ങൾക്ക് വക്കീലന്മാർ വെക്കാൻ ഞങ്ങളുടെ പൈസ ഇല്ല. അറ്റാച്ച് ചെയ്യിക്കാൻ ഞങ്ങളുടെ പൈസ ഇല്ല. ഞങ്ങൾക്ക് ഒന്നിനും പൈസ ഇല്ല. ഞങ്ങളുടെ ആര് അന്വേഷിച്ച് നിങ്ങൾ ഇത് തട്ടിപ്പാണെന്ന് എന്നാണ് മനസ്സിലായത്? ഞങ്ങൾക്ക് 10 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ലോൺ കിട്ടാത്തതിന്റെ പേര് ഞങ്ങൾ രഹസ്യമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് പല ആൾക്കാരെ ഇതുപോലെ അവരെ തട്ടിച്ചിട്ടുണ്ടെന്നും ഇതുപോലെ കോടിക്കണക്കിന് രൂപ, 1-2 ഒന്നും അല്ല, ഒരു 5 കോടി വരെ രൂപയാണ് അവർ തട്ടിയെടുത്തോണ്ട് പോയേക്കുന്നത്. ഇതുപോലെയുള്ള പാവങ്ങളുടെ ഈ പറയുന്ന ബാങ്കില് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇവര്? ബാങ്കിൽ അപേക്ഷ കൊടുക്കും. ഞങ്ങൾ ഇതിനെ കുറിച്ച് തിരക്കും എന്ന് പറയുമ്പോൾ ഈ രമ്യ പറയുന്ന ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാങ്കിൽ പോയി തിരക്കി ബാങ്ക് മാനേജർ എന്റെ ഡീറ്റെയിൽസ് നിങ്ങളടുത്ത് പറയുവാണെങ്കിൽ മാനേജർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കാണണം, കണ്ടേ പറ്റത്തുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടു, ഞാൻ അവിടെ പോയി നീണ്ട അവധി ഇങ്ങനെ എഴുതി വാങ്ങിച്ചോണ്ട് വരും, പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് പൈസ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവധി തന്നില്ല. അങ്ങനെ എന്നെ സ്റ്റേഷനിൽ എനിക്ക് എന്റെ ഫോണിലൊരു കോള് വന്നാൽ ഞാൻ ഇവളെ സത്യം പറഞ്ഞ ഇവളെ എല്ലാവരോടും അടിച്ച് കൊല്ലണം. ഇവളെ അടിച്ച് കൊല്ലണം. ഇവിടെ നാക്ക് ഇവള് ഇത്രയും പാവങ്ങളെ പറ്റിച്ചത് ഇവളാണ് ഇതിനെല്ലാം കാരണക്കാരി. ഇവള് വാങ്ങിച്ച് സൈലന്റ് ആയിരിക്കുന്ന മറ്റേ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലിശക്ക് കൊടുക്കുവാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ പൈസ മൊത്തം ഇവളും വാങ്ങിച്ച് അവനാണ് അവളെ കൊണ്ട് വരുന്നത്. അപ്പൊ അവൻ അറിയാം എന്തായാലും അവള് മേടിക്കും. അവള് തന്നെ പറയുന്നുണ്ടല്ലോ, അവൻ ഓട്ടോയിൽ വരുന്നുണ്ട്. അവളും അവനും കൂടെ ഓട്ടോയിൽ വന്നിട്ട് ആ ഓട്ടോയിൽ കയറി വരുമ്പോഴത്തേക്ക് ഇത്രയും രൂപ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവക്കറിയത്തില്ലേ. അപ്പൊ നമുക്ക് വേണ്ടുന്നത് ഈ കാണുന്നവനും ആ കാണുന്ന സുമിതയും ഇവരെ വെളിച്ചത്ത് കൊണ്ടുവന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ പാവത്തുങ്ങളുടെ പൈസ, ഇതുപോലുള്ള 100 കണക്കിന് ആളുകളുടെ പൈസ തിരികെ മേടിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ഇരിക്കും, നാളെ നമ്മൾ റോഡിന്റെ നടുക്കിരിക്കും. അവിടെ പോകും. രമ്യയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രമ്യയുടെ കൊച്ചു ആത്മഹത്യ, രമ്യ ആത്മഹത്യ ചെയ്യും, രമ്യയുടെ അമ്മായിപ്പ ആത്മഹത്യ, രമ്യയുടെ അമ്മ ആത്മഹത്യ ചെയ്യും. രമ്യക്ക് മാത്രമേ ഉള്ളൂ ഇവരൊക്കെ. ഞങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം, രമ്യക്ക് മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും സഹോദരങ്ങളും രമ്യക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കുവോ? മഴയത്ത് വെയിലത്ത് ഞങ്ങൾ അനുഭവിക്കുവോ? പക്ഷെ അവളെന്താ ചെയ്യോ? അവള് നാട്ടുകാരെ പണം മേടിച്ച് പെരുക്കാതെ ഞങ്ങളെ വിളിച്ചപ്പെടുത്തും. അവന്മാര് നിയമം വെച്ച് ഞങ്ങളെ വിളിച്ചപ്പെടുത്തും. അപ്പൊ നിയമം ഇല്ല ഇവിടെ ആർക്കും. ഇതിനിടയ്ക്ക് ഒരാള് ഈ കൊളത്തൂപ്പുഴയിൽ ആത്മഹത്യ ചെയ്തില്ലേ? അതുകൊണ്ടായിരിക്കും അവർ ആത്മഹത്യ ചെയ്തത്. ഇപ്പൊ ഞങ്ങൾക്ക് ഇവർക്ക് ഇതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഞങ്ങൾക്കും ആത്മഹത്യ വഴിയുള്ളൂ. ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഒരു തിരുമേനിയെ കൂടെ പറ്റിച്ചിട്ടില്ലേ അവര്? ഉണ്ട്. ഒരു പോറ്റ് വരെ ഇവളുമാര് പറ്റിച്ചു. ആളുകളെ വരെ പറഞ്ഞു ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ പറഞ്ഞു ഇവിടെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇവക്കളെ നാക്ക് മുമ്പേ കണ്ടിക്കണം.
ഈ മഹേഷ് കോട്ടി ഇവളാണ് ഇതിനെല്ലാം ഇവളെ വാങ്ങിച്ചെല്ലാം കൊണ്ട് മറ്റവളായി കൊണ്ട് കൊടുക്കുവാണ്. അവക്കതോ അവളോടെ മാല കൊണ്ട് സുമിത കൊണ്ട് മാല കൊണ്ടാക്കിട്ടേക്കുന്നത് ഞങ്ങളെ പോലെ പാവങ്ങളുടെ കാശാ. അറിയാമോ? ഇവള് കുഞ്ഞു വീടെന്ന് പറഞ്ഞു ഇവക്കുള്ളിലുണ്ട് ലക്ഷങ്ങള്. വീട് വെക്കാനായിട്ടിരിക്കുവാണ്. ഇവള് ജനുവരി വീട് പണി തുടങ്ങാതിരിക്കുവായിരുന്നു. ഞങ്ങളെ പരിചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നപ്പോ ഇവളിപ്പോ പാവത്തെ അറിഞ്ഞ് അവക്ക് ഡ്രസ്സില്ല, അവക്ക് ഇരിക്കാൻ ഡ്രസ്സില്ല. അവളിപ്പം പാവത്തറിഞ്ഞ് അടക്കമാണ് അവള്. ഞാൻ പാവക്കാരി, ഞാൻ പിച്ചക്കാരിയാന്ന് പറഞ്ഞത് ചുമ്മാതാണ്. അവക്ക് ഇഷ്ടം പോലെ പിന്നെ മുതലുണ്ട്. അവക്ക് അവിടെ സ്വർണ്ണങ്ങളുണ്ട്. എനിക്ക് അവിടെ സ്വർണ്ണങ്ങളല്ല. എന്ത് ചാനലുകളിലൊക്കെ വിളിച്ച് എന്റെ കയ്യിലൊന്നും ഇല്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ